ഹലോ, ഞാൻ ഡോക്ടർ റിജി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, കാരിത്താസ് മാതാ ഹോസ്പിറ്റൽ. യൂട്രസിൽ, അതായത് ഗർഭാശയത്തിലുണ്ടാകുന്ന ക്യാൻസറുകളല്ലാത്ത മുഴകൾക്കാണ് നമ്മൾ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ മയോമ യൂട്രസ് എന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാ ഫൈബ്രോയിഡുകളും ബിനൈൻ ട്യൂമർ ആവണമെന്നില്ല. വളരെ അപൂർവമായി ഈ ഫൈബ്രോയിഡിലും ക്യാൻസർ ഉണ്ടാകാം. അപ്പോൾ ഈ ഫൈബ്രോയിഡിൽ ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളതിനെ യൂട്രൈൻ സാർക്കോമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാർക്കോമ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അപ്പോൾ ഈ പോസ്റ്റ് മെനോപോസൽ മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ യൂട്രസിനകത്ത് മുഴയുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ റാപ്പിഡായിട്ട് ഇതിൻ്റെ സൈസൊക്കെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാർക്കോമ സസ്പെക്ട് ചെയ്യണം. അപ്പോൾ വലിപ്പം വെച്ചിരിക്കുന്ന എല്ലാ യൂട്രൈൻ ഫൈബ്രോയിഡും നമ്മൾ സർജറിക്ക് മുമ്പേ നമ്മളൊരു MRI സ്കാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ MRI സ്കാനിൽ കൂടെ നമുക്ക് ഈ യൂട്രൈൻ സാർക്കോമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാം. പിന്നെ നമ്മൾ ചിലതരം ട്യൂമർ മാർക്കറുണ്ട്, ചിലതരം ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, LDH എന്ന് പറഞ്ഞൊരു അസയുണ്ട്, എൻസൈം സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് സാർക്കോമയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ യൂട്രസിനകത്ത് ഉണ്ടാകുന്ന എല്ലാ മുഴകളും ക്യാൻസർ അല്ല, മോസ്റ്റ് ഓഫ് ദ മുഴകളും ബിനൈനാണ് എന്ന് നമ്മൾ ഫൈബ്രോയിഡ് എന്ന് പറയും. അപ്പം ഈ ഫൈബ്രോയിഡിൽ ക്യാൻസർ അല്ല യൂട്രൈൻ സാർക്കോമ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 1000 കേസുകളിൽ ഒരു കേസ് ഉണ്ടാകും. അതിൻ്റെ ഇൻസിഡൻസ് 0.001% ആണ്.